നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 18 വ്യാഴാഴ്ചയാണ്. ഇന്ത്യൻ വിപണി ഇന്നലെ ക്ലോസ് ചെയ്യുന്നതും ഇടിവിൽ തന്നെയായിരുന്നു. അതായത് തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസവും ഇന്ത്യൻ വിപണികൾ ഇടിഞ്ഞു. നിഫ്റ്റി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സോണിനരികെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും റിവേഴ്സൽ ലഭിക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ടോപ്പ് ആയിട്ടുള്ള കുറച്ച് ഹെഡ്ലൈൻസ് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ആദ്യത്തെ വാർത്തയിലേക്ക് വരാം. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾക്ക് വലിയ ആശ്വാസം പകരുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. അടിസ്ഥാന ചെലവുകൾ, ബ്രോക്കേജ്, സ്റ്റാറ്റ്യൂട്ടറി ബാർ റെഗുലേറ്ററി ലെവികൾ എന്നിവ വ്യക്തമായി വേർതിരിച്ചുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് ചെലവ് അനുപാതങ്ങൾ കുറച്ചിരിക്കുന്നു. ക്യാഷ് മാർക്കറ്റ് ബ്രോക്കേജ് 12 പൈസയിൽ നിന്ന് 6 പൈസയായി കുറച്ചു. ഡെറിവേറ്റീവുകൾക്ക് 5 പൈസയിൽ നിന്ന് 2 പൈസയായും കുറച്ചു. സ്റ്റോക്ക് ബ്രോക്കർ നിയന്ത്രണങ്ങൾ ലളിതമാക്കി, കാലഹരണപ്പെട്ട നിയമങ്ങൾ നീക്കം ചെയ്തു. ഏതായാലും ഈ ഒരു വാർത്ത സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ഒരു ചെറിയ വാർത്തയാണെന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ ഒരു വാർത്തയെ തുടർന്ന് AMC ബ്രോക്കേജ് സ്റ്റോക്കുകൾ പ്രഷറിലാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും ഒരു സൂചനയുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യൻ റുപ്പിയിൽ ഒരു തിരിച്ചുവരവാണ് ഇന്നലെ കണ്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുതിയ ഓൾ ടൈം ലോ ഹിറ്റ് ചെയ്തിരുന്ന ഇന്ത്യൻ റുപ്പി ഇന്നലെ നല്ലൊരു തിരിച്ചുവരവാണ് നടത്തിയത്. രൂപ കുത്തനെ തിരിച്ചു കയറി 66 പൈസ ഉയർന്ന് 90.38 ഡോളറിനെതിരായി 90.38 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. 2 മാസത്തിലെ ഏറ്റവും വലിയ ഒരു ഒറ്റ ദിവസത്തെ നേട്ടം കൂടിയാണിത്. RBIയുടെ ഇടപെടൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ റിക്കവറിക്ക് കാരണമായിരിക്കുന്നത്. RBIയുടെ ഈ ഒരു ഇടപെടൽ വളരെ പോസിറ്റീവായി തന്നെ കാണാം. കാരണം റുപ്പി പുതിയ ഓൾ ടൈം ലോ ഹിറ്റ് ചെയ്യുമ്പോൾ വളരെ പരിഭ്രാന്തിയായിരുന്നു നമ്മുടെ വിപണിയിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് ഒരു പരിധിവരെ നീക്കാൻ ഇപ്പോൾ RBIയുടെ ഈ ഒരു ഇടപെടൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കൂടാതെ കറൻസി സമ്മർദ്ദം കുറയ്ക്കുന്നതിനാൽ ഇറക്കുമതി കൂടുതലായി ആശ്രയിക്കുന്ന ചില ഓഹരികൾക്ക് അത് ചെറിയൊരു ആശ്വാസവും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എണ്ണ, FMCG, കെമിക്കൽസ് തുടങ്ങിയ മേഖലകൾക്ക് ചെറിയ ഒരു പോസിറ്റിവിറ്റി ഇപ്പോൾ ലഭിച്ചിട്ടുമുണ്ട്. അടുത്തതായി മറ്റൊരു വാർത്തയിലേക്കാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 7% വരെ എത്തുമെന്നാണ് ഗീത ഗോപിനാഥ്, മുൻ IMF ചീഫ് എക്കണോമിസ്റ്റ് പറയുന്നത്. RBI കൂടുതൽ ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നതിനാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7.3% വളർച്ചയാണ് പ്രവചിക്കുന്നത്. ആഗോള വ്യാപാര നയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നിട്ടും ശക്തമായിട്ടുള്ള ആഭ്യന്തര ഡിമാൻഡ്. ഇനി ഇന്ത്യ 20 വർഷത്തേക്ക് 8% വളർച്ച നിലനിർത്തിയാൽ 2047 വികസന ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ ഇന്ത്യക്ക് കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ. ഇന്നലെ US മാർക്കറ്റുകൾ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വ്യാപാരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ടെക്നോളജി ഓഹരികളെ ബാധിച്ചതോടെ S&P 500ഉം ടെക്നോളജി സ്റ്റോക്കുകളും കൂടാതെ നാസ്ഡാക്കും വലിയ ഇടിവിലേക്ക് പോയി. ഡൗ ജോൺസ് 0.47% ഇടിഞ്ഞു. S&P 500 1.16% ഇടിഞ്ഞു. നാസ്ഡാക്ക് 1.81% ഇടിവുമുണ്ടാക്കി. ഇതോടെ വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട സൂചികകൾ 3 ആഴ്ചത്തെ താഴ്ന്ന നിലയിലെത്തി. AI ബന്ധപ്പെട്ട ആശങ്കകൾ കാരണം ഇന്നലെ വലിയ ഇടിവുണ്ടാക്കിയത് ഒറാക്കിൾ ആയിരുന്നു. 5.4% ഇടിഞ്ഞു. അതിനുശേഷം എൻവിദിയ 3.8% ഇടിവുണ്ടാക്കി. ബ്രോഡ്കോം 4.5% ഇടിഞ്ഞു. ആൽഫബറ്റ് 3.2% ഇടിവുമുണ്ടാക്കി. US ടെക് ഓഹരികളിലുണ്ടായ വലിയ ഇടിവ് US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ടെക് ഓഹരികൾ ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇൻഫോസിസ് 3% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ വിപ്രോ 1.79% ഉയർന്നു. ICICI ബാങ്ക് 0.22% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.50% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. ഇനി ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ വിപണികൾ മിക്സഡ് ആയിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ജപ്പാൻ മാർക്കറ്റ് നിക്കി വലിയ ഇടിവിൽ തന്നെയാണ്. 1.18% ഇടിവിലാണ്. ഇന്നലെ US മാർക്കറ്റുകൾ ഇടിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ വലിയ നഷ്ടം നേരിട്ടത് പിന്നീട് കോസ്പി മാർക്കറ്റായിരുന്നു. 1.3% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,855 എന്ന നിലയിലാണ്. 30 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 40 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അടുത്തതായി മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക്. സിൽവർ ആദ്യമായി $66 പെർ ഔൺസ് എന്ന നില മറികടന്നിരിക്കുന്നു. പുതിയ റെക്കോർഡ് ഹൈ ആണ് ടച്ച് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.7% നേട്ടമുണ്ടാക്കി. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 98,640 രൂപയാണ്. ബിറ്റ് കോയിനിലേക്ക് വന്നാൽ ഇപ്പോഴും 85,000 എന്ന മാർക്കിലാണ് ബിറ്റ് കോയിൻ ഉള്ളത്.
1.96% ഇടിവിലാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ 2021 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് നല്ലൊരു റിക്കവറി ഇന്നലെ ഓയിൽ പ്രൈസുകളിലുണ്ടായി. US ക്രൂഡ് ഓയിൽ 1.21% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 1.3% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇനി അടുത്തതായി നമുക്ക് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. അതിനു മുന്നേ നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 1299 രൂപയ്ക്ക്, അതായത് 55% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴിതാ തൊട്ട് താഴെ നൽകിയിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു യൂട്യൂബ് സീരീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മളിവിടെ കമൻറ്റ് ബോക്സിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കൂടി ഒന്ന് കാണാവുന്നതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം HCL ടെക്നോളജീസ്. ഒരു വലിയ ഡച്ച് ബാങ്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ സിസ്റ്റങ്ങളും ഉപഭോക്തൃ സേവനങ്ങളും കൈകാര്യം ചെയ്യുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി ദീർഘകാല IT പങ്കാളിയായി HCL ടെക്നോളജീസിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അടുത്തതായി ജിയോ ഫിനാൻഷ്യൽ സർവീസസ് എന്ന കമ്പനി ഡിസംബർ 22 മുതൽ കമ്പനി വെങ്കിട പെരേരയെ ഗ്രൂപ്പ് CEO ആയി നിയമിച്ചു. അടുത്തത് ആൻ്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് എന്ന കമ്പനിയാണ്. അതിൻ്റെ അനുബന്ധ സ്ഥാപനം മുംബൈയിൽ 1330 കോടി രൂപ വിലമതിക്കുന്ന 2 വലിയ മാലിന്യ സംസ്കരണ കരാറുകൾ നേടി. അടുത്ത GMR പവർ ആൻഡ് അർബൺ ഇൻഫ്ര എന്ന കമ്പനിയാണ്. നിക്ഷേപകർക്ക് പുതിയ ഓഹരികളും കൺവേർട്ടബിൾ വാറണ്ടുകളും നൽകി 1200 കോടി രൂപ സമാഹരിക്കാൻ കമ്പനി പദ്ധതിയിടുന്നു. അടുത്ത ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ്. OFS വഴി സർക്കാർ ആസൂത്രണം ചെയ്തതിനേക്കാൾ ഉയർന്ന ഓഹരി ബാങ്കിൻ്റെ ഇക്വിറ്റിയുടെ ഏകദേശം 2.4% വരും. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് ബന്ധൻ ബാങ്കാണ്. ഇന്നലെ രൂപയുടെ തിരിച്ചുവരവ് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത്. RBIയുടെ ഒരു ഇടപെടലിനൊക്കെ ശേഷം ഇന്നലെ FIDA ആക്ടിവിറ്റിയിലും ആ ഒരു പ്രതിഫലനം ഉണ്ടായിരിക്കുന്നു. FIAs 1172 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്തിരിക്കുന്നത്. ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് FIAs ഒരു ബൈയിങ്ങിലേക്ക് പോകുന്നത്. DIs ആവട്ടെ 769 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. അത് നിഫ്റ്റിയിലേക്ക് 25,819 42 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ നമ്മൾ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിൽ 3 ടച്ച് പോയിന്റുകൾ നമുക്ക് കിട്ടും. ഈ ഒരു ട്രെൻഡ് ലൈനിന് തൊട്ടരികെ നിന്നാണ് നമുക്കൊരു റിവേഴ്സൽ ലഭിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സോണാണിത്. കാരണം നമ്മൾ നേരത്തെ തന്നെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട സോണിനുള്ളിൽ നിന്നാണ് നമുക്ക് ഇന്നലെ ഒരു റിവേഴ്സൽ ലഭിച്ചിരിക്കുന്നത്. കൂടാതെ 50-day EMAയ്ക്കും തൊട്ടരികിൽ നിന്നാണ് ഒരു റിവേഴ്സൽ ലഭിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള 3ാമത്തെ ദിവസവും ഇടിവ് തന്നെയാണ്. ഇനി ഒരു പക്ഷേ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയേറെ പ്രതീക്ഷയുള്ള മറ്റൊരു കാര്യമുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോണിലാണ് ഇപ്പോൾ നിഫ്റ്റി അങ്ങനെയാണെങ്കിൽ ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സോണിൽ നിന്നും നമുക്ക് റിവേഴ്സൽ വരാനുള്ള ചെറിയ സാധ്യതകളുമുണ്ട്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നവംബർ 7, ഡിസംബർ 11 തീയതികളിൽ 50-day EMA ടച്ച് ചെയ്തിരുന്ന നിഫ്റ്റി വീണ്ടും റിവേഴ്സ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഒരു ലെവൽ നമ്മൾ പ്രത്യേകം ഇനി വരുന്ന ദിവസങ്ങളിലൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ അടുത്താണ് ഇപ്പോൾ ആ ഒരു ലെവലുള്ളത്. ഏകദേശം 25,760 ഈ 50-day EMA ഇപ്പോൾ ഉള്ളത്. അതായത് ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം 50-day EMA തന്നെയാണ്. ഇനി കഴിഞ്ഞ ആഴ്ചത്തെ ലോ ആയിട്ട് വരുന്നത് 25,693 അതും ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവലാണ്. ഇനി ഒരുപക്ഷെ ഒരു ബൗൺസ് ബാക്ക് വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 26,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ തന്നെയാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,900 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,800 അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,927 108 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ടത് 58,599 അതിനുശേഷം പിന്നീട് നോക്കേണ്ടത് 50-day EMA വരുന്നത് 58,206 മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 59,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 58,500 നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ച് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ആ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.